അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ, തിരൂർ, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ നവീകരിച്ചത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം നിലമ്പൂർ സ്റ്റേഷനിൽ 16.44 കോടി രൂപയുടെ പ്രവൃത്തിയും, തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ 26.55 കോടിയുടെ പ്രവൃത്തിയും, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപയുടെ പ്രവൃത്തിയുമാണ് പൂർത്തീകരിച്ചത്. ആധുനിക യാത്രാ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സഞ്ചാര മേഖലകൾ, മികച്ച നിലവാരമുള്ള സ്റ്റേഷൻ, യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കിയാണ് ഈ സ്റ്റേഷനുകൾ നവീകരിച്ചത്. സ്റ്റേഷനുകളുടെ മുൻവശം, കാത്തിരിപ്പ് സൗകര്യങ്ങൾ, ലൈറ്റിംഗ്, യാത്രാവിവര സംവിധാനങ്ങൾ, പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഷൊർണൂർ നിലമ്പൂർ ബ്രാഞ്ച് ലൈനിന്റെ ടെർമിനൽ സ്റ്റേഷനായ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ 16.44 കോടി രൂപ ചെലവിലാണ് നവീകരിച്ചത്. നവീകരിച്ച സ്റ്റേഷൻ കെട്ടിടം, നവീകരിച്ച മുൻഭാഗം, മികച്ച സമീപന റോഡുകൾ, പാർക്കിംഗ് ഏരിയ, പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ, ഇരിപ്പിടങ്ങൾ, ലൈറ്റിംഗ്, യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവ നവീകരണ പ്രവൃത്തിയിൽ ഉൾപ്പെടും. നിലമ്പൂരിൽ പ്രതിദിനം ശരാശരി 6489 യാത്രക്കാർ എത്തുന്നുണ്ട്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന അമൃത് സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ച PV അബ്ദുൽ വഹാബ് MP രാജ്യത്ത് റെയിൽവേയുടെ സുവർണകാലമാണെന്ന് പറഞ്ഞു. നമ്മൾ കുറച്ചും കൂടി ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മളെ ഉദ്ദേശിച്ച പോലെ തന്നെ ഏറ്റവും നല്ല റെയിൽവേ സ്റ്റേഷനായിട്ടും ഏറ്റവും കണക്ടിവിറ്റിയുള്ള എല്ലാ തരം ട്രെയിനുകളും ഇവിടെ വരുന്ന രൂപത്തിൽ ഇതാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നമ്മുടെയൊക്കെ എല്ലാവരുടെയും സുഹൃത്ത് അശ്വിനി വൈഷ്ണവ്, റെയിൽവേ മിനിസ്റ്ററെയും ഇത് ചെയർമാൻ അടക്കം ഇതിന് താഴെ DRM മുതൽ നിലമ്പൂർ സ്റ്റേഷൻ മാസ്റ്റർ വരെയുള്ള എല്ലാവരെയും ആ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചതും അമൃത് സ്റ്റേഷനൊക്കെ ഇന്ത്യയൊട്ടാകെ നിങ്ങൾ ജബൽപൂരിലടക്കം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെ റെയിൽവേ സ്റ്റേഷൻ ആരംഭിക്കുകയാണ്. ഈ കാര്യത്തിൽ രാഷ്ട്രീയ പക്ഷഭേദമൊക്കെ മറന്നുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ സുവർണ കാലഘട്ടമാണ് ഈ സമയം എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന എനിക്കൊരു ഒട്ടും മടിയില്ല. ഈ കാര്യങ്ങൾ തുടർന്ന് നടത്താമെന്ന് ഇതുപോലെ തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞാനും MLAയും കമ്മിറ്റിയും ആക്ഷൻ കമ്മിറ്റിയും എല്ലാവരും നമ്മുടെ ഡോക്ടർ ബിജുവിനൊക്കെ ഉണ്ടോ എന്നറിയില്ല. തുടങ്ങി മരിച്ചുപോയ പല ആൾക്കാരുണ്ട്. ആര്യൻ ഷൗക്കത്ത് MLA, നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥ്, കൌൺസിലർമാരായ ഷേർലി മോൾ, P വിജയനാരായണൻ, സ്റ്റേഷൻ മാനേജർ സുനിത തുടങ്ങിയവർ സംസാരിച്ചു. അമൃത് ഭാരത് സ്റ്റേഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചന, ഉപന്യാസ രചന മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ, ഫാത്തിമാഗിരി ഇംഗ്ലീഷ് സ്കൂൾ, MES മമ്പാട് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599900 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്.